ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളെയും കുടുംബമെന്ന് വിളിച്ച് വിശേഷിപ്പിക്കുമ്പോൾ ഒരു കുടുംബത്തെ മാത്രം തിരുക്കുടുംബമെന്ന് വിളിച്ച് വിശേഷിപ്പിച്ചു. നസ്രത്തിലെ ആ മറിയവും യൗസേപ്പിതാവും യേശുവും ചേർന്ന ആ കുടുംബത്തെ ഓർക്കുന്ന തിരുനാളാണെന്ന്. യേശുവിൻ്റെ പിറവി തിരുനാളിന് ശേഷം ആദ്യത്തെ ഞായറാഴ്ച സഭ പാരമ്പര്യമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് തിരുക്കുടുംബത്തിൻ്റെ തിരുനാളെന്നാണ്. എന്താണ് ഈ തിരുനാളിൻ്റെ പ്രസക്തി? കാരണം എന്താണ്? ആ പ്രസക്തിയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഒന്നാമത്തേത്, എല്ലാ സങ്കടങ്ങൾക്കും വേദനകൾക്കും ഒരിക്കലും ദൈവത്തെ പഴിചാരാതെ വെല്ലുവിളിയോടെ കരം പിടിച്ച് മുന്നേറിപ്പോയ ഒരു കുടുംബത്തെയാണ് സഭ തിരുക്കുടുംബം എന്ന് വിളിച്ചത്. നമ്മളിന്ന് സുവിശേഷത്തിൽ വായിക്കുന്നത്, രാത്രിയിൽ ദൂതൻ പറഞ്ഞനുസരിച്ച് ജോസഫ് തൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കൊണ്ട് ഇസ്രായേലിലേക്ക് പോയതാണ്. അങ്ങനെ ഒരു രാത്രി കൊണ്ട് ദൂരദേശത്തേക്ക് പോയപ്പോൾ കരുതണം, അത് ചെറിയ ദൂരമൊന്നുമല്ല. ഏകദേശം 600-ലധികം കിലോമീറ്ററാണ് ജോസഫ് ആ രാത്രി സഞ്ചരിച്ചത്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒത്തിരി കാരണങ്ങൾ കൊണ്ട് യൗസേപ്പിതാവിനും മറിയത്തിനും ദൈവത്തെ കുറ്റപ്പെടുത്താമായിരുന്നു. കാര്യം, ഈ പ്ലാനൊക്കെ വരച്ചത് ദൈവമാണല്ലോ. എന്നിട്ടാണോ ഈ രാത്രിയിൽ ഇത്രയും കഷ്ടപ്പാട് വരുത്തിയത്? ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോലും ഇടം കിട്ടാതെ കഷ്ടപ്പെട്ടൊരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ പിന്നീട് ആ രാത്രി തന്നെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? ഇങ്ങനെ 100 ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി മാത്രമല്ല, ഈ പഴയ നിയമത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് ദൈവം എല്ലാവരെയും അയച്ചപ്പോൾ വളരെ സേഫായിട്ടാണ് അയച്ചിട്ടുള്ളത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അബ്രഹാമിനെ മറ്റൊരു ദേശത്തേക്ക് ദൈവം അയച്ചതാണ്. അപ്പോൾ കൃത്യമായൊരു പ്രോമിസൊക്കെ ഉണ്ട്, നിന്നെ വലിയൊരു ജനതയാക്കും എന്നൊക്കെ ഉറപ്പൊക്കെ കൊടുത്തിട്ടാണ് അയക്കുന്നത്. അവിടെ മാത്രമാണോ? ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെയാണ് 28-ാം അധ്യായം 2-ാം വാക്യത്തിൽ യാക്കോബ് പാദാൻ ആരാമിലേക്ക് പോകുന്നതായിട്ടൊക്കെ നമ്മൾ വായിക്കും. അപ്പോഴൊക്കെ വളരെ സുരക്ഷിതമായിട്ട് നല്ലൊരു കുടുംബമായിട്ട് ജീവിക്കാനുള്ള ഉറപ്പ് നൽകിയിട്ടാണ് ദൈവം അവനെ യാത്രയാക്കുന്നത്. വീണ്ടും പുറപ്പാട് പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ മോശയെ ദൈവം ഫറവോയുടെ അടുത്തേക്ക് അയക്കും നമ്മൾ കാണും. ദൈവത്തിൻ്റെ കൃത്യമായ പ്രോമിസ് ഉണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കുമ്പോൾ സേഫായിരിക്കും, നിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഞാൻ കൂടെ ഉണ്ടാകും എന്നുള്ള ഉറപ്പുണ്ട്. എന്നാൽ യൗസേപ്പിതാവിനെ ഈ ഒരു യാത്രയിലേക്ക് അയക്കുമ്പോൾ ഒട്ടും സേഫല്ല. അതെങ്ങനെ സേഫാകാനാണ്? പക്ഷെ ഒരു സേഫ്റ്റിയും ഇല്ലാതെ ദൈവപിതാവ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാര്യം എന്തായിരുന്നു? കാര്യം എന്താണെന്നും അറിയില്ല, അത് സ്വർഗത്തിൻ്റെ രഹസ്യമല്ലേ. പക്ഷെ ഒരു കാര്യം നന്നായിട്ടറിയാം, ഇതിലൊന്നും കണ്ണു നിറയാതെ, പരാതി പറയാതെ, കുറ്റപ്പെടുത്താതെ നടന്നുപോയൊരു കുടുംബം, ആ കുടുംബമാണ് ഇന്ന് തിരുക്കുടുംബമെന്ന് ലോകം വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ കുടുംബവും തിരുക്കുടുംബമാകാനുള്ള ആദ്യ പടി എന്താണെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ ആഗ്രഹിച്ച് നടക്കുന്നത് മാത്രമല്ല, ആഗ്രഹിച്ച് നടക്കാത്ത ചില കാര്യങ്ങൾ പോലും, സന്തോഷത്തിൽ മാത്രമല്ല സങ്കടത്തിൽ പോലും ദൈവത്തോട് പഴിചാരാതിരിക്കുക, കരം പിടിച്ച് ഒരുമിച്ച് നടക്കാൻ മനസ്സ് കാണിക്കുക. അതാണ് ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ആദ്യ പാഠമെന്ന് തോന്നുന്നു. രണ്ടാമതായിട്ട്, കുടുംബങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന ഇടങ്ങളായിട്ട് മാറണം. എനിക്ക് തോന്നുന്നു ഇന്ന് കുടുംബങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥനയില്ലാത്ത, ദേവാലയമാകാത്ത കുടുംബങ്ങളുടെ സങ്കടമാണ്. ഉണ്ണീശോ ആ രാത്രിയിൽ മാതാവിൻ്റെ മാറിൽ ചേർന്നുറങ്ങി യൗസേപ്പിതാവിൻ്റെ തണലിൽ യാത്ര ചെയ്തപ്പോൾ അത് അന്നു മുതൽ ആരംഭിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവർ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായിട്ട് വളർന്നു എന്നുള്ളതാണ്. കൃത്യമായ തെളിവുണ്ട്. തീർച്ചയായിട്ടും അമ്മയുടെ താരാട്ടുപാട്ട് കേട്ടാണല്ലോ ആ കുഞ്ഞ് വളർന്നിട്ടുള്ളത്. അപ്പൻ്റെ നല്ല കഥകൾ കേട്ടായിരിക്കുമല്ലോ ആ കുഞ്ഞ് ഈ ഭൂമിയിൽ വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെയാണ് പരസ്യ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ ശിഷ്യന്മാർ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ പുതിയൊരു പ്രാർത്ഥന കൃത്യമായിട്ട് യേശു അവർക്ക് പറഞ്ഞു കൊടുത്തു. ആ പ്രാർത്ഥന എന്തായിരുന്നു? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പനും അമ്മയും മടിയിലിരുത്തി പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനയാണ്. ആരും കേൾക്കാത്ത, ആർക്കും പരിചിതമില്ലാത്ത ഒരു പ്രാർത്ഥനയ്ക്ക് ആ കുഞ്ഞ് പറഞ്ഞു കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ നിന്ന് കിട്ടിയ പ്രാർത്ഥനകളൊക്കെ പിന്നീട് അനേകർക്ക് വഴികാട്ടിയായിട്ട് മാറും, ജീവിതത്തിന് വെളിച്ചമായിട്ട് മാറും. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വഴിതെറ്റിപ്പോകുന്ന എന്തിനാണെന്നോർത്ത് മാതാപിതാക്കൾ കരയുന്നുണ്ടെങ്കിൽ തിരിച്ചൊരു മറുചോദ്യം ചോദിക്കണം. നിങ്ങൾ മടിയിലിരുത്തി ആ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ ആ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? എല്ലാം നൽകിയെന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന മാതാപിതാക്കളുടെ ഇടയിൽ ഈ തിരുനാൾ ചോദിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യം ഇതാണ്: നിങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥനയുണ്ടോ? നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ ഈശോയുണ്ടോ? ഒരു 4 ചുവരിനകത്ത് ഈശോയെ പ്രതിഷ്ഠിക്കാതെ എന്ത് തന്നെ പ്രതിഷ്ഠിക്കാമെന്ന് വിചാരിച്ചാലും അതൊക്കെ വെറും നഷ്ടമായി പോകും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ തിരുനാൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ
കുടുംബങ്ങളൊക്കെ തിരുക്കുടുംബമാകാൻ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന രണ്ടാമത്തെ കാര്യം പ്രാർത്ഥിക്കുന്ന ഇടങ്ങളായിട്ട് മാറണം, ദേവാലയമായിട്ട് മാറണം. 1 സാമുവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഏലിയെ നമ്മൾ കാണും. ഏലി ഒരു പുരോഹിതനാണ്. 2 മക്കളെ ദൈവം അനുഗ്രഹിച്ച് നൽകുമ്പോൾ ആ മക്കളെ ഏറ്റവും നന്നായിട്ട് വളർത്താൻ ആഗ്രഹിച്ച ഒരു പിതാവാണ്. എന്നാൽ ആ പുസ്തകം നമ്മൾ വായിച്ച് കുറേ എത്തുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും, ഈ 2 മക്കളും ദൈവത്തിനെതിരെ തിരിയും. ദൈവത്തിനെതിരെ തിരിയുന്നു എന്നുള്ളതിലൊരു പ്രശ്നമല്ല, എന്നാൽ ഏലി തിരുത്താൻ മറന്നു പോകും. ഏലി ആ കുഞ്ഞുങ്ങളെ തിരുത്തില്ല. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ തലമുറയുടെ അനുഗ്രഹം ഏലിക്ക് നഷ്ടമാകും, ദൈവം എടുത്തു കളയും. ഏലി വാവിട്ട് കരയുമ്പോൾ ദൈവം ആ പ്രാർത്ഥന ചെവി കൊണ്ടില്ല എന്നാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. ഓർക്കണം, മനുഷ്യനും മത്സരിച്ചാൽ ദൈവം മാധ്യസ്ഥം വഹിക്കും. എന്നാൽ ദൈവവും മനുഷ്യനും മത്സരിച്ചാൽ ആര് മാധ്യസ്ഥം വഹിക്കും? കൂദാശകളൊക്കെ മുടക്കുമ്പോൾ, കുമ്പസരിക്കാത്ത കുടുംബങ്ങളുണ്ടായിരിക്കുമ്പോൾ, പ്രാർത്ഥിക്കാത്ത ദൈവത്തെ ചേർത്ത് പിടിക്കാത്ത കുടുംബങ്ങളുണ്ടായിരിക്കുമ്പോൾ നമ്മൾ ആരോടാണ് മത്സരിക്കുന്നത്? കുടുംബങ്ങളൊക്കെ തിരുക്കുടുംബങ്ങളാകട്ടെ, പ്രാർത്ഥിക്കുന്ന ഇടങ്ങളാകട്ടെ, പരസ്പരം ചേർത്ത് പിടിക്കുന്ന ഇടങ്ങളാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കുടുംബമായി ഞങ്ങൾ വരുന്നു ദൈവമേ, നിൻ അനുഗ്രഹങ്ങൾ